നമ്മൾ ഇന്ന് ഏത്തപ്പഴം അലുവയാണ് ഉണ്ടാക്കുന്നത്. അതിന് ആദ്യം ഏത്തപ്പഴം നല്ലപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കണം. വെള്ളം തൊടാതെ അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര നല്ല വൃത്തിയാണ്. പൊടിഞ്ഞതുണ്ടെങ്കിൽ പൊടിഞ്ഞതായിരിക്കും, കല്ലാനാണെങ്കിൽ ഒന്ന് പാനിയാക്കണം. പാനിയാക്കിയിട്ട് ശർക്കര പാനിയാക്കാൻ വെക്കണം. അത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏത്തപ്പഴം അടിച്ചു വെച്ചു. അപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോഴേക്കും നമ്മൾ വെച്ചേക്കുന്ന ഏത്തക്കതിനകത്തിടുക. അടിച്ചു വെച്ച ഏത്തക്കതിനകത്തിടുക. നല്ല ഒന്ന് അതിനകത്ത് വെള്ളം പറ്റുന്നവരെ ഒന്ന് കിണ്ടിയെടുക്കുക. കിണ്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഒഴിച്ച് വെച്ചേക്കുന്ന ശർക്കര പാനി ഇതിനകത്തോട്ട് ഒഴിക്കുക. ഒഴിച്ച് നല്ല വൃത്തിയാണ് ഇളക്കി വെള്ളം പറ്റുന്നവരെ, എന്ന് വെച്ചാൽ അത് തിക്കാവുന്നവരെ, നമ്മൾ ചട്ടി ഇങ്ങനെ നമ്മൾ പാനകത്ത് നിന്ന് ഇങ്ങനെ ഇളകി വരുന്നവരെ തിക്കാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ അങ്ങനെ ഒരു റെസിപ്പി വന്നേക്കുവാണ്. അത് നല്ലതായിട്ട് കുറച്ച് സമയം എടുക്കും തിക്കാവാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇത്രയും തിക്കായിട്ടുണ്ട്. ശർക്കര പാനി കുറേശ്ശെ ഒഴിച്ച് തിക്കാക്കി വെച്ച് കുറേശ്ശെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിച്ച് പിടിക്കില്ല. അത് ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാര്യം ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നല്ല വൃത്തിയാണ് അതിനകത്ത് തിക്കാവുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇത് കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് ഇതിനകത്ത് ഏലക്ക ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഏലക്ക മാറ്റി വെച്ചിട്ടുണ്ട്. ഏലക്ക അവസാനം ഇടേണ്ടത്. നല്ലപോലെ ഇളക്കി കൊടുക്കും. ഏലക്ക നമ്മളൊരു കൊച്ചു കവറാൻ മേടിച്ചിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ എന്നിട്ട് ഇതിൻ്റെ കൂടെ എൻ്റെ ഇടയിൽ കൂടെ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. നെയ്യാകുമ്പോഴേക്കും ഒഴിച്ചിട്ട് നെയ്യണം. എന്നിട്ട് പിന്നെ പയ്യെ പാത്രത്തിലോട്ട് ഒഴിക്കണം. അപ്പം നല്ല വൃത്തിയാണ് പറ്റണം. കുറേ ടൈമുണ്ട്. അങ്ങനെ നമ്മൾ നല്ല വൃത്തിയാണ് പറ്റാനുള്ള ശ്രമം നോക്കണം. അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം. ലോ ഫ്ലെയിമിൽ നിന്ന് ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് കൊടുക്കുക. അപ്പോഴേക്കും തോനടിച്ച് നല്ല അടി കുത്തി ഇളക്കി കൊടുക്കണം. ഇളക്കി കളിപ്പിക്കുകയാണ്. ഇത് ഏത്തപ്പഴം ഹൽവയെന്ന് പറയും. നമ്മളൊരു പാത്രത്തിനകത്താക്കിയിട്ട് സേവ് ചെയ്തിട്ട് ആറിട്ട് ഇത് കണ്ടിച്ചെടുക്കണം. അപ്പം നമ്മൾ ആറിനെ കണ്ടിക്കുന്നത് പിന്നെ നമ്മൾ തരുന്നതായിരിക്കും. ആദ്യം നമ്മളിവനെ കിണ്ടി എടുക്കട്ടെ. കിണ്ടി നല്ല പരുവത്തിൽ നല്ല തിക്ക് പോയിട്ടുള്ള കാര്യം ഇപ്പം തന്നെ നമ്മൾ ആ പാത്രത്തിൽ നിന്ന് വിടുന്ന രീതിയിൽ ഇളക്കി ഇച്ചിരി കട്ടിയാണ്. എന്നാലും നമ്മൾ കുറച്ചുകൂടെ ശകലം കൂടി നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ആദ്യം അത് കുറച്ച് നമ്മൾ കോർക്കിനകത്താണ് നെയ്യ് എടുക്കുന്നത്. നമ്മൾ കട്ടിയായിട്ടിരിക്കുക നെയ്യ് നമ്മൾ കുറച്ചുകൂടെ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടെ കിണ്ടിക്കാണ്ട് വരട്ടെ. അനിയന് വിടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇച്ചിരി കൂടെ ഇച്ചിരി കട്ടാവുന്നുണ്ട്. എന്നാലും കട്ടാവണം. ഇപ്പോഴും ലൂസ് നല്ല തിക്കാവുന്നില്ല. എന്നാലും നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അത് ഹൈ ഫ്ലെയിം ആകുമ്പോൾ കരിഞ്ഞു പോകുന്നതിനെ കൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണം. തിക്കായി വരണം തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ശബ്ദത്തിലൊന്ന് വെള്ളം പറ്റുക. നമ്മൾ തീ കുറച്ചിട്ടേക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ ഏലക്ക ഒന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ. നമുക്ക് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നോക്കി ചെയ്യുക.
ജസ്റ്റ് നമ്മൾ തീ കുറച്ച് വെച്ചേക്കും. നമ്മൾ ഏലക്ക ഒന്ന് പൊട്ടിട്ട് വരണം. നമുക്ക് ഏലക്ക് ജസ്റ്റ് ആയിട്ട് ചാച്ചൊന്നിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഹലോ ഗൈസ്, നമ്മളിതാ നമ്മുടെ ഹലുവയുടെ പാത്രം എന്താ നല്ല തിക്കായിട്ടുണ്ട്. നമ്മൾ ആ പാത്രത്തിനകത്തൊക്കെ ഒഴിച്ച് കൊടുക്കുവാണേ. നെയ്യ് തൂവിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ സാധാ നമ്മളുടെ തട്ടത്തിനകത്താണ് വെച്ചിരിക്കുന്നത്. നമുക്ക് പാനൊന്നും ഇല്ല കേട്ടോ. നമ്മളതുകൊണ്ട് തട്ടത്തിനകത്താണ് സെറ്റ് ചെയ്യുന്നത്. നല്ല ഇതായിട്ടുണ്ട്, കട്ടിയായിട്ടുണ്ട്. അതിനകത്ത് നടക്കുന്ന പരുവായി. അപ്പോൾ നമ്മൾ പിന്നെ പാത്രത്തിലോട്ട് സൈഡിൽ തട്ടി വട്ടത്തിലാക്കി കൊടുക്കാൻ പോവുകയാണ്. അതിനൊക്കെ നല്ല ഏത്തപ്പഴം തിന്നാത്ത കൊച്ചുകുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന നല്ലതായിരിക്കും. കാര്യം ഏത്തപ്പഴം കഴിവതും കുഞ്ഞുങ്ങൾ തിന്നത്തില്ല. ചില കുട്ടികളെ ഉള്ളു തിന്നുന്നത്. കാര്യം ചില കുട്ടികൾ തിന്നത്തില്ല. തിന്നാനുള്ള പാടുകൊണ്ട് നമ്മളിതേ കണക്ക്